ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ലേൺ. ഞാൻ ഡോക്ടർ സെറീന. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിയോസിസിനെ പറ്റി പഠിക്കാം. ലാസ്റ്റ് വീഡിയോയിൽ മൈറ്റോസിസും സെൽ സൈക്കിളും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മിയോസിസ് ഡിവിഷൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ മൈറ്റോസിസിൽ നമ്മൾ ആസ് എ റിസൾട്ട് ഓഫ് മൈറ്റോസിസ് 2 ഡോട്ടർ സെൽസ്, ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസാണ് ഫോം ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അങ്ങനെ ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് മൈറ്റോസിസ് മാത്രമാണ് നമ്മുടെ ശരീരത്തിലുള്ള ഡിവിഷനെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ സ്പേമിലും ഡിപ്ലോയിഡ് സെൽ, അതായത് 46XY ആണ്. വെൻ സ്പേം ഫ്യൂസസ് വിത്ത് എഗ്ഗിൽ 46XX ആണെന്ന് കരുതുക. അപ്പോൾ 46XY ഉള്ള സ്പേം 46XX ഉള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പം ടോട്ടൽ എത്ര വരും? 46 + 46 92 ക്രോമസോംസ് വരും. ഈ 92 ക്രോമസോംസ് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്രോമസോം അല്ല. ഇനി ഇതെങ്ങനെ സാധിക്കും? നമുക്ക് 46 ക്രോമസോംസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ സെയിം ക്രോമസോം നമ്പർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും? അതിനുള്ള ആൻസറാണ് മിയോസിസ് എന്നുള്ള ഡിവിഷൻ. അതായത് ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റ്സ്, എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫോർമേഷൻ്റെ സമയത്ത് ഉള്ള ഡിവിഷനാണ് മിയോസിസ്. മൈറ്റോസിസും മിയോസിസും തമ്മിൽ തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ കാണും. അതിൽ മിയോസിസ് ഇങ്ങനെ ഓർത്താൽ മതി. മിയോസിസിൽ E ഫോർ എഗ് ആൻഡ് S ഫോർ സ്പേം. ഇനി നോക്കാം ഹാപ്ലോയിഡ്. മിയോസിസ് വഴി ഹാപ്ലോയിഡ് സെൽ ഫോം ചെയ്യും. അതായത് സ്പേമിൽ 23യും എഗ്ഗിൽ 23യും ഫോം ചെയ്ത 23 + 23 46 ക്രോമസോംസ് ഉണ്ടാവും. അത് ദാറ്റ് ക്യാൻ ബി ഐദർ എ മെയിൽ ഓർ എ ഫീമെയിൽ. മിയോസിസിൽ 2 ടൈപ്പ് ഓഫ് ഡിവിഷൻ ഉണ്ട്, മിയോസിസ് I ആൻഡ് മിയോസിസ് II. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മിയോസിസ് Iനെ കുറിച്ച് പഠിക്കും. ഇപ്പോൾ ഇതിൽ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. മിയോസിസിലാകെ എന്തൊക്കെ ഡിവിഷനാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സെല്ല്, അത് ഒരു ഡിപ്ലോയിഡ് സെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ക്രോമസോംസിനെ കാണിച്ചിട്ടുള്ളൂ. അതൊരു റെപ്രസെൻറ്റേറ്റീവ് ക്രോമസോംസ് ആയിട്ട് വിചാരിച്ചാൽ മതി. ഡിപ്ലോയിഡ് സെല്ല് മിയോസിസ് I വഴി എന്ത് സംഭവിക്കും? ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആകും. ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഹോമോലോഗസ് ക്രോമസോം, ഡിപ്ലോയിഡ് ക്രോമസോം എന്താണെന്നൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി മിയോസിസ് IIൽ എന്ത് പറ്റും? ഈ ഹോമോലോഗസ് പെയർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 23 ആയിട്ട് 2 സെൽസ് വരും. പിന്നെ സെക്കൻഡ് ഡിവിഷനിലകത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. സിസ്റ്റർ ക്രോമാറ്റിഡ്സും നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് മിയോസിസ് വഴി 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാകും. ഇനി മിയോസിസിൻ്റെ സ്റ്റെപ്സ് നോക്കാം. മിയോസിസിലും മൈറ്റോസിസ് പോലെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. നമ്മൾ ഇൻ്റർഫേസ് സ്റ്റേജ് കഴിഞ്ഞ് മൈറ്റോസിസിൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഇൻ്റർഫേസിൽ എത്ര സ്റ്റേജസ് ആണെന്ന് പറയാം. G1, S, G2, M. G1 എന്ന് പറഞ്ഞാൽ ബേസിക് സെൽ ഗ്രോത്ത്. എസ്സിൽ റെപ്ലിക്കേഷനും റിപ്പയർ ഓഫ് DNA നടക്കും. G2ൽ ഫൈനൽ പ്രിപ്പറേഷൻ ഓഫ് സെൽ അടുത്ത മിയോസിസിലേക്ക് അല്ലെങ്കിൽ മൈറ്റോസിസിലേക്കുള്ള ഡിവിഷൻ. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മിയോസിസ് നമ്മൾ മൈറ്റോസിസ് പറഞ്ഞ പോലെ തന്നെ PMAT എന്ന് ഓർത്തിട്ടാൽ മതി. PMAT ഇത് മിയോസിസ് I ആയതുകൊണ്ട് P1, M1, A1, T1. ഇനി P സ്റ്റാൻഡ്സ് ഫോർ Prophase I, M METAPHASE I, A ANAPHASE I, T Telophase I. ഫസ്റ്റ് Prophase I എന്ന് പറയുന്നതാണ് ലോങ്ങസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ് Iൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് ഫേസാണ് Prophase I. അതിനെ 5 സബ്സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടിൻ, Zygotene, Pachytene, Diplotene, Diakinesis. ഇത് 5ഉം ഓർഡറിലായിട്ട് ഓർത്തിരിക്കണം. ലെപ്റ്റോട്ടിൻ, Zygotene, Pachytene, Diplotene, Diakinesis. ഇനി ഓരോ സ്റ്റേജിലും എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ലെപ്റ്റോട്ടിനിൽ നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കണ്ടൻസ് ചെയ്യും. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ക്രോമസോം ആണെന്ന് വെച്ചാൽ ക്രോമസോം നമ്പർ 1ലെ ഹോമോലോഗസ് ക്രോമസോം ഒരു പെയറിനെയാണ് കാണിച്ചേക്കുന്നത്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കണ്ടൻസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് കോയിൽ ചെയ്യുന്നുണ്ട്. അതിന്
2 സിസ്റ്റർ ക്രോമാറ്റിഡ് ആയിട്ട് ഒരു ക്രോമസോമിൽ കാണില്ല, പക്ഷേ അതൊന്നായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുക. അത്രയും ടൈറ്റായിട്ട് ഇത് കോയിൽ ചെയ്തിട്ടുണ്ട്. സെൻട്രോസോമും സെൻട്രിയോളും പ്രസൻ്റ് ആണ്. ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സൈഗോട്ടിൻ. സൈഗോട്ടിൻ ഗ്രീക്കിൽ സൈഗോട്ടിൻ റെപ്രസെൻറ്റ്സ് ടു പെയർഡ് ത്രെഡ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേജിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഹോമോലോഗസ് പെയേഴ്സ് ലൈനപ്പ് അടുത്ത് വരാൻ തുടങ്ങും. അത് അടുത്ത് വരുന്ന പ്രോസസ്സിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. പറ്റേണലും മെറ്റേണൽ ക്രോമസോമാണ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ അടുത്ത് വരുന്നത്, അതിനെയാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കൊണ്ടാണ് സിനാപ്സിസ് സംഭവിക്കുന്നത്. ഈ സിനാപ്സിസ് വഴി ഉണ്ടാകുന്ന ക്രോമസോംസിനെ നമ്മൾ ബൈവാലൻറ്റ് അല്ലെങ്കിൽ ടെട്രാഡ് എന്ന് പറയും. ഹോമോലോഗസ് ക്രോമസോമിൻ്റെ 4 പേരും കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ടെട്രാ എന്ന് പറഞ്ഞാൽ 4. ബൈവാലൻ്റ് എന്ന് വിളിക്കാൻ കാരണം ഈ ഹോമോലോഗസ് ക്രോമസോം പെയറായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അതിന് ബൈവാലൻ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ തന്നെ സെൻട്രോസോമും സെൻട്രിയോളും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെൻട്രോസോമിൻ്റെ അകത്തുള്ള സെൻട്രിയോളാണ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷന് സഹായിക്കുന്നത്. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞാൽ കയാസ്മ ഫോർമേഷൻ. അത് പറയാം, പാക്കറ്റിൻ സ്റ്റേജിൽ വരുമ്പോൾ പറയാം. ഈ പാക്കറ്റിൻ സ്റ്റേജിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ക്രോമസോംസ് ഒന്നും കൂടി കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം സെൻട്രിയോൾ വിത്ത് സെൻട്രോസോംസ് ഡിവൈഡ് ചെയ്തു, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ട്, ടെട്രാഡ് ഫോർമേഷൻ നടന്നു. ഇനി കയാസ്മ എന്ന് പറഞ്ഞാൽ 2 ക്രോമസോംസും തമ്മിൽ ഒരുപാട് അടുത്ത് വരും. ഒരു ക്രോസിങ് ഓവർ എന്ന് പറയും. അതായത് ബൈവാലൻസ് തമ്മിൽ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യും. ഇതിങ്ങനെ അടുത്ത് വന്നിട്ട് കയാസ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ് ഷേപ്പ് സ്ട്രക്ചറിങ്. ഇതുവഴി ഫോം ചെയ്യുന്ന ഈ എക്സ് ഷേപ്പ് സ്ട്രക്ചറിനെയാണ് കയാസ്മ എന്ന് പറയുന്നത്. ഈ കയാസ്മ ഫോം ചെയ്തേക്കുന്ന സ്ഥലത്തെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ല, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ സെഗ്മെൻറ്റ്സ് തമ്മിൽ ജീൻ എക്സ്ചേഞ്ച് നടക്കും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രോസിങ് ഓവർ എന്ന്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പെറ്റേണൽ ക്രോമസോമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, ABC. മെറ്റേണലിന് സ്മോൾ ലെറ്റർ ABC യുമുണ്ട്. ഇനിയിപ്പോൾ ക്രോസിങ് ഓവർ നടക്കുക, അതായത് കയാസ്മ ഫോർമേഷൻ എക്സ് ഷേപ്പ് ഇത് വന്നു, അവിടെ ജീൻ എക്സ്ചേഞ്ച് നടന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്മോൾ ലെറ്റർ BC, അതായത് മെറ്റേണൽ ക്രോമസോമിലുള്ള BC, സ്മോൾ ലെറ്റർ BC എന്നുള്ള ജീന് പെറ്റേണലിലും വന്നു, പെറ്റേണലിലെ ക്യാപിറ്റൽ ലെറ്റർ BC മെറ്റേണലിലും പോയി. ഇതിനെയാണ് ഈ റീകോമ്പിനൻ്റ് എക്സ്ചേഞ്ച് നടന്ന സ്ട്രാൻഡിനെ റീകോമ്പിനൻ്റ് ക്രോമസോം, മറ്റേത് നോൺ റീകോമ്പിനൻ്റ് ക്രോമസോം എന്നും പറയും. ഇനി ഒന്നും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പിക്ചർ. ഇമാജിൻ അലീൽ ക്യാപിറ്റൽ എ. അലീലൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത്. സ്മോൾ എ ആയിട്ട് ക്രോസിങ് ഓവർ നടക്കുന്നതാണ് ഈ കാണുന്നത്. കയാസ്മ കാണാം. അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ഇതിൽ സ്മോൾ എയുടെ ഒരു പോർഷൻ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പം അതിലുള്ള അലീൽസ് ക്യാപിറ്റൽ എയും ഉണ്ട്, സ്മോൾ എയും ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എ അങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അലീൽ ക്യാപിറ്റൽ എയും സ്മോൾ എയും, അതാണ് ക്രോസിങ് ഓവർ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോട്ടിനിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആകും. ഇങ്ങനെ ഡീഗ്രേഡ് ആകുന്ന വഴി ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആകും. ഈ കയാസ്മ ഒഴികെയുള്ള ഭാഗം സെപ്പറേറ്റ് ആകും. കയാസ്മ റീജിയൻ അനഫേസിലാണ് സെപ്പറേറ്റ് ആവുകയുള്ളൂ. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 എന്ന് പറയുന്നതാണ് ഡയാകൈനസിസ് എന്ന് പറയും. ഡയാകൈനസിസിൽ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ഡിസപ്പിയർ ആവും, സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു ആനിമേഷൻ ജസ്റ്റ് കാണിക്കാൻ നിങ്ങളെ. പ്രോഫേസ് 1 എന്താ സംഭവിക്കുന്നതെന്ന്. സെൻട്രിയോളും സെൻട്രോസോമും ഡിവൈഡ് ചെയ്തു, ടെട്രാഡ് ഫോർമേഷൻ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിനാപ്സിസ് നടക്കുന്നു, ക്രോസിങ് ഓവർ നടക്കുന്നു.
ഇനി ഇതിൽ മെറ്റഫേസും കാണാം. മെറ്റഫേസ് സ്റ്റേജിൽ എന്ത് പറ്റും? ന്യൂക്ലിയർ മെംബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ചെയ്യും. സെൻട്രിയോൾസ് ഓപ്പോസിറ്റ് പോളിലോട്ട് നീങ്ങിയിട്ട് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കും. ഈ മെറ്റഫേസ് സ്റ്റേജ് നമ്മൾ മൈറ്റോസിസിൽ കണ്ടതുപോലെ തന്നെ മെറ്റഫേസ് സ്റ്റേജിൽ ക്രോമസോംസ് എപ്പോഴും മിഡിൽ പോർഷനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. മിഡിൽ എം ഫോർ മിഡിൽ ആൻഡ് എം ഫോർ മെറ്റഫേസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ദിസ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയും. അതൊക്കെ നമ്മൾ മെൻഡൽസ് ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് അനാഫേസ്. അനാഫേസ് സ്റ്റേജിൽ എന്ത് പറ്റും? ഈ ബൈവാലൻറ്റ് ക്രോമസോമിലെ 2 ക്രോമസോം സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് പോകും. അതുവഴി ഒരു ഹോമോലോഗസ് പെയറിലെ ഒരു ക്രോമസോം മാത്രമേ ഓരോ പോളിലും എത്തുകയുള്ളൂ. അതായത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസേ ഓരോ പോളിലും കാണുകയുള്ളൂ. 46 ആണെങ്കിൽ 23 ഒരു പോളിലും 23 മറ്റേ പോളിലും ആയിരിക്കും. ഇനി ടീലോഫേസ് 1. ടീലോഫേസ് 1ൽ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ ചെയ്യും. ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും. സ്പിൻഡിൽ ഫൈബർ ഡിസപ്പിയർ ചെയ്യും. ഹാപ്ലോയിഡ് ആയിരിക്കും ഇത് നേച്ചറിൽ, കാരണം 23 ക്രോമസോംസ് ആണ്. പക്ഷേ അതിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇപ്പോഴും അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അടുത്തത് സൈറ്റോകൈനസിസ്. സെൽ മെംബ്രെയിനിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും, സെയിം ആസ് മൈറ്റോസിസ്. ഈ ഡോട്ടർ സെല്ലിലെ ക്രോമസോമിൽ ഒരു ക്രോമാറ്റിഡ് ഒറിജിനൽ ക്രോമാറ്റിഡും മറ്റേ ക്രോമാറ്റിഡിൽ മിക്സ്ചർ ഓഫ് സെഗ്മെൻറ്റ്സും ആയിരിക്കും. ഈ സൈറ്റോകൈനസിസ് കഴിഞ്ഞിട്ട് ഒരു സ്മോൾ റെസ്റ്റിംഗ് ഫേസ് ഉണ്ട്, ഇൻഡർകൈനസിസ്. അവിടെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുകയില്ല. അത് കഴിഞ്ഞിട്ടാണ് മിയോസിസ് 2 നടക്കുന്നത്. അപ്പം മിയോസിസ് 2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.